ആരെന്തൊളിപ്പിച്ചാലും സാക്ഷാൽ അയ്യപ്പൻ അത് വലിച്ചു പുറത്തിടും. പാപികളെ കൊണ്ട് ചെയ്ത പാപം ഏറ്റുപറയിക്കുന്നതും അയ്യപ്പൻ, പാപികളിലേക്ക് ചൂണ്ടുവിരൽ നീട്ടുന്നതും അയ്യപ്പൻ, പാപികളെ ശിക്ഷിക്കുന്നതും അയ്യപ്പനാവും, സംശയമില്ല. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പോറ്റിയിൽ തുടങ്ങിയ അറസ്റ്റ് പപ്പനിൽ എത്തി നിൽക്കുമ്പോഴും കൊള്ളയുടെ മാസ്റ്റർ മൈൻഡ് ഇനിയും വലയിലാകാനുണ്ടെന്നാണ് അയ്യപ്പൻ്റെ മനോഗതം. ശതകോടികളുടെ അടിച്ചുമാറ്റലിൻ്റെ തല വാസുവോ പത്മകുമാറോ ആണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ അറിവോടെയും ആശീർവാദത്തോടെയുമാണ് സ്വർണ്ണപ്പാളികൾ അടിച്ചുമാറ്റിയതെന്നതിലും സംശയമില്ല. പക്ഷേ പുരാവസ്തു കള്ളക്കടത്തിലെ രാജ്യാന്തര ലോബിയുടെ ഇടപെടൽ ഹൈക്കോടതി പോലും സംശയിക്കുമ്പോൾ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടിച്ചുമാറ്റലിൻ്റെയും തൂക്കി വിൽപ്പനയുടെയും മാനം നമുക്കൊക്കെ ഊഹിക്കാവുന്നതിനപ്പുറമാണ്. ഞാൻ ഇന്നലെയും ചൂണ്ടിക്കാട്ടിയതുപോലെ സ്വർണത്തിൻ്റെ മൂല്യത്തിലല്ല ഈ തസ്കര വീരന്മാർ കണ്ണുവെച്ചത്, മറിച്ച് പുരാവസ്തുക്കളുടെ ആൻറ്റിക് വാല്യൂവായ ശതകോടി സഹസ്രകോടികളിലാണ്. സന്നിധാനത്തെ അസൽ സ്വർണ്ണ കട്ടിളപ്പാളികളും വാതിൽപ്പാളികളും പ്രഭാമണ്ഡലവും അയ്യപ്പൻ്റെ യോഗദണ്ഡും രുദ്രാക്ഷവും വെള്ളിക്കുതിരയും കൊടിമരത്തിന് ഇരുവശങ്ങളിലുമുള്ള മണികളും 18-ാം പടിയുമെല്ലാം കടൽ കടന്നു പോയെന്നാണ് നിഗമനം. യുവതീ പ്രവേശ കോലാഹലങ്ങൾക്കിടയിലും കോവിഡ് പ്രളയക്കെടുതികൾക്കിടയിലും സാക്ഷാൽ അയ്യപ്പ വിഗ്രഹവും ഈ തിരുട്ട് സംഘം ഇളക്കിക്കൊണ്ടുപോയോ എന്ന് സംശയിക്കുന്നു. അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ അയ്യൻ്റെ മുതലെല്ലാം അടിച്ചുകൊണ്ട് പോയത്. വിശ്വാസികൾ അത് ചെയ്യില്ല. സന്നിധാനത്ത് നിന്നും ഒരു നാണയത്തുട്ട് കിട്ടിയാൽ പോലും അവരത് സ്വന്തമാക്കില്ല, നേരെ ചെന്ന് ഭണ്ഡാരത്തിലിടും. കാരണം അയ്യപ്പന് കിട്ടേണ്ടത് അയ്യപ്പന് മാത്രം അനുഭവിക്കാനുള്ളതാണ്. അവിടെയാണ് നിരീശ്വരവാദികൾ ശതസഹസ്ര കോടികളുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചത്. ഒരു ബോർഡ് വിചാരിച്ചാൽ മാത്രം ഈ കൊള്ള സാധ്യമല്ല. അതുക്കും മേലെയുള്ള പ്രബലരെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്.